കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഒരു പുതിയ ദിവസത്തിൻ്റെ പുലർകാലം കൂടെ കർത്താവ് നമുക്ക് ദാനം തന്നിരിക്കുകയാണ്. എന്തെല്ലാം സംഭവങ്ങളിലൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ അനേക അപകടങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം നമ്മെ എത്ര ക്ഷമത്തോടെ പരിപാലിച്ചു. നന്ദിയോടെ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതം ദൈവവചനവുമായിട്ട് നമുക്ക് ആരംഭിക്കാം. ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ. കഴിഞ്ഞ 87 എപ്പിസോഡുകളായി നമ്മൾ ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു. ഇന്നതിൻ്റെ 88ാമത്തെ എപ്പിസോഡിലേക്കാണ് വന്നിരിക്കുന്നത്. വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്ന വിഷയത്തോടനുബന്ധിച്ച് ആരാധനാ ദിവസം, അതിൻ്റെ 8ാമത്തെ ഭാഗം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തലനായ പൗലോസും ആരാധനാ ദിവസവും എന്നുള്ളതാണ്. ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. റോമാലേഖനം 12ാം അധ്യായം 1-2 വാക്യങ്ങൾ. പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12ാം അധ്യായം 1-2 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നു: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. വളരെ സുപ്രധാനമായൊരു വാക്യമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഐ ബെസീച്ച് യു ബ്രദറൻ therefore by the mercies of God. ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ ക്രൈസ്തവ ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വിശുദ്ധ ദിവസത്തെക്കുറിച്ചുള്ള അജ്ഞത. അപ്പൊ ഏറ്റവും വലിയ തെറ്റിൽ ക്രൈസ്തവ ലോകം വീണ് കിടക്കുന്നതും വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിലാണ്. വചനം പറയുന്നു, ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായി തീർന്നു എന്ന ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, ഇന്ന് ലോകത്തിലെ ഭൂരിപക്ഷം ക്രൈസ്തവരും വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ തെറ്റിൽ വീണ് കിടക്കുകയാണ്. ഇപ്പൊ തിരുവചനം പറയുന്നതൊന്നും മനുഷ്യൻ അനുസരിക്കുന്നത് മറ്റൊന്നും. വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ തെറ്റിന്റെ പിടിയിൽ കിടക്കുന്ന മനുഷ്യൻ തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന തെറ്റിനെ ന്യായീകരിക്കുവാൻ വേണ്ടി പലപ്പോഴും പല ന്യായവാദങ്ങളും പറയാറുണ്ട്. അതിനായിട്ട് പലപ്പോഴും അവർ കൂട്ടുപിടിക്കുന്ന അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളെയാണ്. അപ്പോസ്തലനായ പൗലോസ് ദൈവകൽപ്പനകൾക്കെതിരെ സംസാരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ പൗലോസിന് എന്താ പറയാനായിട്ടുള്ളത്? ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന പൗലോസ് പറയാണ്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഇത് അപ്പോസ്തലനായ പൗലോസിന് പറയാനായിട്ടുള്ളത്. പൗലോസ് എന്താ പറയുക? നാം ബുദ്ധിയുള്ള ആരാധനക്കാരായിട്ട് മാറണം. ആരാണ് ഈ ബുദ്ധിയുള്ള ആരാധനക്കാർ? കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിച്ച് ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവനാണ് ബുദ്ധിയുള്ള ആരാധനക്കാരൻ. ഇത് അപ്പോസ്തലനായ പൗലോസിന് നമ്മോട് പറയാനായിട്ടുള്ളത്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരായിട്ട് മാറണം. അപ്പോൾ പൗലോസ് അത്തരത്തിലുള്ളൊരു ആരാധനക്കാരനായിരുന്നു. നമ്മൾ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പൗലോസ് വിശുദ്ധ ദിവസത്തെ എങ്ങനെ മാനിച്ചിരുന്നു എന്ന് തിരുവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 17ാം അധ്യായം 2ാമത്തെ വാക്യം. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു: പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. അപ്പോൾ പൗലോസിന് പതിവുണ്ടായിരുന്നു. പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു.
അതായത് എല്ലാ വിശുദ്ധ ശബദിലും അപ്പോസ്തലനായ പൗലോസ് ദൈവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിച്ചിരുന്നു. പൗലോസ് പിതാക്കന്മാർക്ക് കൊടുത്ത ന്യായപ്രമാണവും കൽപ്പനകളും ഒക്കെ അനുസരിക്കുന്ന കൂറുള്ള വ്യക്തിയായിരുന്നു. പൗലോസ് തന്നെ അതിന് സാക്ഷ്യം പറയുന്നുണ്ട്. നമ്മൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 24:14 വായിക്കുമ്പോൾ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 24:14 അവിടെ എന്താ വായിക്കുന്നത്? എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു, മതഭേദം എന്നിവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പൗലോസ് തന്നെ സാക്ഷ്യം പറയാണ്, ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുന്നു, ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഒന്നും മാറിപ്പോയെന്നും ഒന്നും പൗലോസ് പറയുന്നില്ല. ഇപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ പതിവ് എന്തായിരുന്നുവോ അതേ പതിവായിരുന്നു അപ്പോസ്തലനായ പൗലോസിനും ഉണ്ടായിരുന്നത്. കർത്താവിന്റെ പതിവ് എന്തായിരുന്നു? നമുക്കറിയാം, ലൂക്കോസ് 4:16 അവിടെ നിന്ന് വളർന്ന നസ്രത്തിൽ വന്നു, ശബദിൽ തന്റെ പതിവ് പോലെ ദൈവാലയത്തിൽ ചെന്നു. അപ്പൊ യേശുക്രിസ്തു ശബദിൽ തന്റെ പതിവ് പോലെ ദൈവാലയത്തിൽ പോയി. അതേ പതിവായിരുന്നു അപ്പോസ്തലനായ പൗലോസിനും, അല്ലെ? പൗലോസ് പതിവ് പോലെ അപ്പോസ്തലപ്രവൃത്തികൾ 17:2 അവരുടെ അടുക്കൽ ചെന്ന് 3 ശബദിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കിയവരോട് വാദിച്ചു. എന്നാൽ പൗലോസ് പതിവായി വിശുദ്ധ ശബദിൽ ദൈവാലയത്തിൽ പോയിരുന്നത് യഹൂദന്മാരോട് വാദിക്കാനായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അത് ശരിയല്ല എന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം 1-ാം നൂറ്റാണ്ടിൽ യഹൂദന്മാർക്കും ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവർക്കും എല്ലാം ഒരേ ആരാധനാ സ്ഥലവും ഒരേ ആരാധനാ ദിവസവുമായിരുന്നു. അവർ പള്ളികളിൽ അഥവാ സിനഗോഗുകളിൽ വിശുദ്ധ ശബദിലാണ് ആരാധനയ്ക്ക് കൂടി വന്നത്. അപ്പൊ യഹൂദന്മാരോട് വാദിക്കാനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ജാതികൾ കാണേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അവർക്ക് ഞായറാഴ്ച ആരാധനയെങ്കിൽ ജാതികൾ അവിടെ കാണാൻ പാടില്ല. എന്നാൽ നാം തിരുവചനം പഠിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പോയിരുന്ന വിശുദ്ധ ശബദിൽ ആ ദൈവാലയത്തിൽ യഹൂദന്മാരെ കൂടാതെ ജാതികളും ക്രിസ്ത്യാനിത്വത്തിലേക്ക് വന്ന ജാതികളും ആരാധനയ്ക്കായിട്ട് അവിടെയാണ് കൂടി വന്നിരുന്നത്. എങ്ങനെ അറിയാം? നമുക്ക് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 13-ാം അധ്യായം 13 മുതൽ 16 വരെ. അവിടെ ഇങ്ങനെ വായിക്കുന്നു: പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞു യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിൽ എത്തി ശബദ നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു. ശ്രദ്ധിക്കണമേ, ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളിപ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ചു. സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതും ഉണ്ടെങ്കിൽ അറിയിപ്പിനെന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞത്: ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ കേൾപ്പീൻ. അപ്പോൾ ഈ വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ളവരും ഒരു വിശുദ്ധ ശബദിൽ പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലുള്ള പള്ളിയിൽ ആരാധനയ്ക്കായിട്ട് പോയി. അപ്പോൾ വാദിക്കാൻ വേണ്ടി മാത്രം പോയതാണെന്ന് പറയരുത്, ആരാധനയ്ക്കായിട്ട് പോയി. അവിടെ പള്ളിയിൽ ആരാധനാ മധ്യേ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ പള്ളിപ്രമാണികൾ പൗലോസിൻ്റെ അടുക്കൽ സഹോദരന്മാരെ വിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ജനത്തോട് എന്തെങ്കിലും പ്രബോധനം ഉണ്ടെങ്കിൽ അറിയിക്കാം. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് അതിനായിട്ട് എഴുന്നേറ്റു. അപ്പോൾ പൗലോസ് ആ പള്ളിയിലുള്ളവരെ അഭിസംബോധന ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് പൗലോസ് അഭിസംബോധന ചെയ്തത്? ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ കേൾപ്പീൻ. അപ്പോൾ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ആ പള്ളിയിൽ 2 വിഭാഗം ജനങ്ങളുണ്ട്: ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരും. അതെങ്ങനെ തിരിച്ചറിയാം? നമ്മൾ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിച്ചാൽ, തിരുവചനത്തിൽ ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ അത് ഇപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്: മെൻ ഓഫ് ഇസ്രായേൽ ആൻഡ് യു ജെന്റൈൽസ് ഹു വർഷിപ്പ് ഗോഡ്. മെൻ ഓഫ് ഇസ്രായേൽ ആൻഡ് യു ജെന്റൈൽസ് ഹു വർഷിപ്പ് ഗോഡ്. അതായത് യഹൂദന്മാരും ദൈവത്തെ ആരാധിക്കുന്ന ജാതികളിൽ നിന്ന് വന്ന സഹോദരന്മാരുമായുള്ളവരെ. പൗലോസ് ആരാധിക്കാൻ പോയ ദൈവാലയത്തിൽ യഹൂദന്മാരെ കൂടാതെ ക്രിസ്ത്യാനിത്വത്തിലേക്ക് മാനസാന്തരപ്പെട്ട് കടന്നു വന്ന ജാതികളും അവിടെയാണ് ആരാധിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിൽ യഹൂദന്മാർക്കും ജാതികളിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവർക്കും എല്ലാം ഒരേ ആരാധന ദിവസവും ഒരേ ആരാധന സ്ഥലവുമായിരുന്നു. അവർ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം വിശുദ്ധ ശബദിലാണ് ആരാധനയ്ക്ക് വന്നത്. അപ്പോൾ പൗലോസ് എഴുന്നേറ്റ് അവരോട് ചില കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ അവരോട് വാദിച്ചവരെ സമ്മതിപ്പിക്കേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവരോട് വാദിക്കാൻ വേണ്ടി മാത്രം പോയതല്ല,
ആരാധനാ മധ്യേ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ യേശുക്രിസ്തു മശികയാണെന്ന് വിശ്വസിക്കാതിരുന്ന യഹൂദന്മാരെ യേശുവാണ് ശരിയായ മശികയെന്ന് അവരോട് വാദിച്ചവരെ സമ്മതിപ്പിക്കേണ്ടി വന്നു. അപ്പൊ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമാകുന്ന ഞായറാഴ്ചയിലുള്ള ആരാധന എന്നൊരു സമ്പ്രദായം അന്നില്ലായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. അതെങ്ങനെ മനസ്സിലാക്കാം? ഒന്നും കൂടെ നമുക്കത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു വേദഭാഗം വായിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 13-ാം അധ്യായം 42 മുതൽ 45 വരെ. അവർ പള്ളി വിട്ടു പോകുമ്പോൾ, അപ്പോൾ ഇവിടെ പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലുള്ള പള്ളിയിൽ ആരാധനയ്ക്കായിട്ട് ചെന്നു. പൗലോസ് അവരോട് തിരുവചനം അറിയിച്ചു. അവർ പള്ളി വിട്ടു പോകുമ്പോൾ, അപ്പൊ പള്ളി പിരിഞ്ഞ് ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ എന്ത് സംഭവിച്ചു? പിറ്റേ ശബത്തിൽ ഈ വചനം തങ്ങളോട് പറയണമെന്ന് അവർ അപേക്ഷിച്ചു. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ വന്നു. അപ്പോസ്തലനായ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ചു, ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിനെ ഉത്സാഹിപ്പിച്ചു. എന്നിട്ട് പറയുകയാണ്, പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട അസൂയ നിറഞ്ഞവരായി പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും കൂടെയുള്ളവരും എന്ത് ചെയ്തു? ഈ പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലുള്ള പള്ളിയിൽ ആരാധന കഴിഞ്ഞവർ മടങ്ങിപ്പോകുമ്പോൾ ആ പള്ളിയിലുള്ള കുറേ ആളുകൾ, അതായത് യഹൂദന്മാരും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളും. അപ്പോൾ രണ്ട് കൂട്ടം ജനങ്ങളെ എവിടെയും കാണുന്നത്? യഹൂദന്മാരും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളും എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിലേക്ക് വന്ന ജാതികളായിട്ടുള്ള ആളുകൾ. അവരും വന്ന് പൗലോസിനോട് പറയണം, അടുത്ത ശബത്തിൽ വീണ്ടും വന്ന് ഈ തിരുവചനം ഞങ്ങളോട് സംസാരിക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമേ, അവരെന്താ പറഞ്ഞത്? അടുത്ത ശബത്തിൽ ഈ വചനം പ്രസംഗിക്കണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അന്ന് ഞായറാഴ്ച ആരാധന എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നെങ്കിൽ അവർ എന്തോ പറഞ്ഞേനെ അവരോട്, സഹോദര പൗലോസേ, നാളെ ഇവിടെ ആരാധനയുണ്ട്, നാളെ ഞായറാഴ്ചയാണല്ലോ, ഞായറാഴ്ച ആരാധനയുണ്ട്, നാളെയും വന്ന് സംസാരിക്കണം. എങ്ങനെ അവർ പറഞ്ഞില്ല? എന്താ കാരണം? അങ്ങനെ ഒരു സമ്പ്രദായം ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞത് പിറ്റേ ശബത്തിൽ, ഇനി അടുത്ത ആരാധന ദിവസത്തിൽ ഈ വചനം തങ്ങളോട് പറയണം. നമ്മൾ ആ തിരുവചനം വായിക്കുമ്പോൾ ആരാണിത് അപേക്ഷിച്ചത്? അപ്പോസ്തലപ്രവൃത്തികൾ 13:43. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ, അതായത് യഹൂദന്മാരും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിൽ ചിലർ എന്ന് പറയുമ്പോൾ യഹൂദ മതത്തിലേക്ക് മനസ്സാന്തരപ്പെട്ടു വന്ന ജാതികളായിട്ടുള്ള ആളുകൾ, അവരാണ് സംസാരിച്ചത്. അപ്പൊ ഇതും പ്രവചനത്തിൻ്റെ ഒരു നിവൃത്തിയാണ്. എന്താ? ഈ ജാതികൾ വിശുദ്ധ ശബത്തിലേക്ക് വരുമെന്നുള്ളത് ദൈവവചനത്തിന്റെ പ്രവചന നിവൃത്തിയാണ്. യെശയ്യാ പ്രവചനത്തിൽ പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 56:6-7 വാക്യങ്ങൾ. യെശയ്യാവ് 56:6-7 വാക്യങ്ങൾ. എന്താ വായിക്കുന്നത്? യഹോവയെ സേവിച്ച് അവിടുത്തെ നാമത്തെ സ്നേഹിച്ച് അവിടുത്തെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ, എന്താ അവരോട് പറയുന്നത്? ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരെയൊക്കെയും തന്നെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അപ്പം പ്രവാചകൻ നേരത്തെ പ്രവർത്തിച്ചതിൻ്റെ ഒരു പ്രവർത്തന നിവർത്തിയാണ് ഇവിടെ കാണുന്നത്. എന്താണ്? യഹോവയെ സേവിച്ച് അവിടുത്തെ നാമത്തെ സ്നേഹിച്ച് അവിടുത്തെ ദാസന്മാരായിരിക്കേണ്ടതിന് അവിടുത്തോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരെ ഒക്കെയും തന്നെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിനോട് ജാതികളും യഹൂദന്മാരും അപേക്ഷിച്ചതനുസരിച്ച് അടുത്ത ശബത്തിൽ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്ന പട്ടണം മുഴുവനും, ആ പട്ടണത്തിലുള്ള ഏകദേശം മുഴുവൻ ആളുകളും ദൈവവചനം കേൾപ്പാൻ കടന്നു വന്നു. നമ്മൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 13:44 എന്താ വായിക്കുന്ന? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 13:44. പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. എന്താണ് കാരണം? അന്ന് വിശുദ്ധ ശബത്തിലുള്ള ആരാധന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ ശബത്തിൽ വചനം കേട്ടവർ അടുത്ത ശബത്തിലും വന്നത്. ഇതിൻ്റെ ഇടയ്ക്കൊരു ആരാധന ദിവസം ഇല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യഹൂദന്മാർക്കും ജാതികൾക്കുമെല്ലാം അന്ന് ഒരേ ആരാധന ദിവസവും ഒരേ ആരാധന സ്ഥലവും ആയിരുന്നു.
അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ചുള്ള പതിവ് എത്ര മാതൃകാപരമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് റോമാലേഖനം 12-1-2 വാക്യങ്ങളിൽ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. ചോദിക്കട്ടെ, നാം ബുദ്ധിയുള്ള ആരാധനക്കാരാണോ? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ ജാതികളിൽ നിന്നും മനസ്താന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് വന്നവരും അപ്പോസ്തലന്മാരും യഹൂദന്മാരുമെല്ലാം വിശുദ്ധ ദിവസമായ ശബത്തിൽ തന്നെയാണ് ദൈവത്തെ ആരാധിച്ചത്. സത്യം മനസ്സിലാകും. എങ്ങനെ തെളിയിക്കാം? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ജാതികളിൽ നിന്ന് ക്രിസ്ത്യാനിത്വത്തിലേക്ക് വന്നവർ എന്തെല്ലാം അനുസരിക്കണം എന്നതിനെ സംബന്ധിച്ചൊരു വലിയ തർക്കം അന്നത്തെ സഭയിലുണ്ടായി. ശ്രദ്ധിക്കണമേ, ഇപ്പം ക്രിസ്ത്യാനിത്വത്തിലേക്ക് ജാതികളിൽ നിന്നുള്ള ആളുകൾ കടന്നു വന്നപ്പോൾ അവർ എന്തെല്ലാം കാര്യങ്ങൾ അനുസരിക്കണം. അപ്പോൾ അന്നത്തെ ആദ്യത്തെ കൗൺസിൽ, അന്നത്തെ സഭ, അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ക്രിസ്തീയ സഭയുടെ 1-ാമത്തെ കൗൺസിലിൽ വെച്ച് അവർ തീരുമാനമെടുത്തു. എന്താ തീരുമാനമെടുത്തത്? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 15-19-20. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 15-19-20. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, ശ്വാസം മുട്ടിച്ചെത്തത്, പരസംഗം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതേണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. അപ്പൊ ജാതികളിൽ നിന്നും ക്രിസ്ത്യാനിത്വത്തിലേക്ക് കടന്നു വന്നവർ എന്തെല്ലാം പാലിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് വരുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, രക്തം, ശ്വാസം മുട്ടിച്ചത് എന്നിവ വർജിച്ചിരിപ്പാൻ അവർക്ക് എഴുതേണം. അപ്പം വിവിധ ഭാഗങ്ങളിലുള്ള സഭകളിൽ ജാതികളിൽ നിന്ന് വന്നവർക്ക് എഴുതേണം, എഴുത്തെഴുതി അറിയിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഈ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം എവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്? മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. രക്തം ഭക്ഷിക്കാൻ പാടില്ല, ശ്വാസം മുട്ടിച്ചെത്തത്, പരസംഗം, ഇതെല്ലാം ഒഴിവാക്കണമെന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ക്രിസ്തീയ സഭ മോശയുടെ ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചില്ല. പിന്നെയോ മോശയുടെ ന്യായപ്രമാണത്തിൽ കാൽവറി ക്രൂശിന് നിഴലായിരുന്നവ മാത്രമാണ് ഉപേക്ഷിച്ചത്. മോശയുടെ ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് എടുത്താൻ കളഞ്ഞില്ല. അതിൽ കാൽവറി ക്രൂശിന് നിഴലായിരുന്നവയാണ് അവർ ഉപേക്ഷിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിയുന്നവർ എന്തെല്ലാം അനുസരിക്കണം എന്നതിനെ സംബന്ധിച്ചൊരു കത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള ജാതികൾക്ക് എഴുതുവാനായിട്ട് തീരുമാനിച്ചു. എന്നിട്ടോ ഈ കത്ത് വിവിധ പ്രദേശങ്ങളിലുള്ള സഭകളിൽ വായിച്ച് കേൾപ്പിക്കുവാനും തീരുമാനിച്ചു. അതിനായിട്ട് അപ്പോസ്തലനായ പൗലോസിനെയും ബർന്നബാസിനെയും ചില പുരുഷന്മാരെയും തിരഞ്ഞെടുത്തു. അവരെ ഈ കത്തുമായിട്ട് അയച്ചു. ഇനി ശ്രദ്ധിക്കണം, അവർ ഈ തീരുമാനം എവിടെ വായിച്ച് കേൾപ്പിക്കണമായിരുന്നു? ഈ കത്ത് എവിടെ കൊണ്ടുപോയി വായിച്ച് കേൾപ്പിക്കുന്നത്? ജാതികളെ വായിച്ച് കേൾപ്പിക്കുന്നത്? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 15-ാം അധ്യായം 21 പറയുന്നു, ശബത് തോറും പള്ളികളിൽ. ഈ ജാതികൾക്കുള്ള കത്ത് എവിടെ വായിക്കുന്നത്? ശബത് തോറും പള്ളികളിൽ, സിനഗോഗുകളിൽ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, അപ്പൊ സിനഗോഗുകളിൽ വിശുദ്ധ ആരാധന എന്ന വിശുദ്ധ ശബത്തിലാണ്. അപ്പൊ ജാതികൾ അവിടെ എങ്ങനെ വന്നു? ക്രിസ്ത്യാനിത്വത്തിലേക്ക് വന്നവർ ഞായറാഴ്ചയായിരുന്നെങ്കിൽ അവിടെ വരാൻ പാടില്ലല്ലോ. ജാതികൾക്കും യഹൂദന്മാർക്കുമെല്ലാം ഒരേ വിശുദ്ധ ദിവസവും ഒരേ ആരാധനാ സ്ഥലവുമായിരുന്നു. അവരെല്ലാം സിനഗോഗുകളിലാണ് കൂടി വന്നത്, യെരൂശലേം ദേവാലയത്തിലും മറ്റ് സിനഗോഗുകൾ. അതുകൊണ്ടാണ് ഈ ജാതികൾക്കുള്ള കത്ത് പള്ളികളിൽ വായിച്ച് കേൾപ്പിച്ചത്. കാരണം ആ പള്ളികളിൽ യഹൂദന്മാരും ജാതികളും ഒരുമിച്ച് ആരാധിച്ചിരുന്നു. കാരണം ഞായറാഴ്ച ആരാധന എന്നൊരു സമ്പ്രദായം അന്നില്ലായിരുന്നു. പ്രിയമുള്ളവരെ, വചനം എത്ര വ്യക്തമാണ്. ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിന് യാതൊരു മാറ്റവുമില്ല എന്നുള്ള കാര്യം വളരെ പച്ച പരമാർത്ഥമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരായി മാറണം. നാം ബുദ്ധിയുള്ള ആരാധനക്കാരാണോ അല്ലാത്തവരാണോ? ബുദ്ധിയുള്ളവർ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിക്കുമ്പോൾ, ബുദ്ധിയില്ലാത്തവർ പിശാച് വെച്ച് നീട്ടിയിരിക്കുന്ന ആരാധനാ ദിവസത്തിൽ ആരാധിക്കുന്നവരാകുമ്പോൾ
അവൻ്റെ ആരാധനക്കാരായിട്ട് മാറുകയാണ്. നാം ദൈവത്തിൻ്റെ ആരാധനക്കാരായിട്ട് മാറണമെങ്കിൽ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് മാറണം. അത്ര പച്ചയായ പരമാർത്ഥമാണ് പ്രിയമുള്ളവരെ തിരുവചനം നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടുന്നത്. നാം വചനപ്രകാരം ജീവിക്കുന്നവരാണോ, വചനപ്രകാരം ആരാധിക്കുന്നവരാണോ, വചനം വിട്ട് ആരാധിക്കുന്നവരാണോ എന്ന് ഈ പകൽക്കാലം തീരുമാനമെടുക്കുക. നാം വചനം വിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ ഇനി സമയം കഴിഞ്ഞിട്ടില്ല, നമുക്ക് മാനസാന്തരപ്പെടാനുള്ള അവസരമാണിത്. നല്ല തീരുമാനമെടുക്കാം. കർത്താവേ, തിരുവചന പ്രകാരം, അവിടുന്ന് കാണിച്ച മാതൃക പ്രകാരം, അപ്പോസ്തലന്മാർ കാണിച്ച മാതൃക പ്രകാരം, പ്രവാചകന്മാർ കാണിച്ച മാതൃക പ്രകാരം വിശുദ്ധ ശബത്തിൽ, വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ അടിയനെ സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തു തന്നെയായിരുന്നാലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നാം നല്ല തീരുമാനത്തോടെയും സമർപ്പണത്തോടെയും പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസും ആരാധന ദിവസവും എന്നുള്ള വലിയ വിഷയം ചിന്തിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവേ, പലപ്പോഴും പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിൽ നിന്നുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചാണ് അനേകർ വിശുദ്ധ ശബദം അനുസരിക്കേണ്ട എന്ന് പഠിപ്പിക്കുന്നത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ മാതൃക അപ്രകാരമല്ലാതെ വ്യത്യസ്തമായിരുന്നു. കർത്താവിൻ്റെ മാതൃക പ്രകാരം ദൈവത്തെ ആരാധിച്ചിരുന്ന വ്യക്തിയായിരുന്നു പൗലോസ് എന്ന് പകൽക്കാലം അടിയങ്ങളെ മനസ്സിലാക്കിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, അടിയങ്ങൾ തിരുവചനത്തിൻ്റെ സത്യങ്ങൾക്കനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അതിനായിട്ട് കർത്താവ് ഒരുക്കണമേ. ഭാരങ്ങളിലും പ്രയാസങ്ങളിലും രോഗങ്ങളിലും കഷ്ടതകളിലും ഒക്കെ ഇരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഇന്ന് അടിയങ്ങളെ കേൾക്കുന്നുണ്ട്. അവർക്കൊക്കെ കർത്താവ് വിടുതൽ കൊടുക്കണമേ. അവർ നല്ല തീരുമാനത്തോടെ, നല്ല പ്രതിഷ്ഠയോടെ കർത്താവിൻ്റെ നല്ല സാക്ഷികളായിട്ട് തീരുവാൻ സഹായിക്കണമേ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതത്തിനനുസരിച്ച് ജീവിപ്പാൻ പ്രിയമക്കളെ ഒരുക്കണമേ കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. സകലമാനവും മഹത്വവും കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോടും കൂടെ പറയുക. ശരിയായ വചനം ശരിയായ വിധത്തിൽ പഠിച്ച് നമ്മൾ ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9740979977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ
ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495555082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.